ഓം ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. ഗം ഗണപതേ നമഃ. ഗം സിദ്ധേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി. സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ദേവിയുടെ കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ ശ്ലോകം നോക്കാം. സക്ഷിപ്തോ ധരണിം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗതഃ അഭ്യധാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനേച്ഛയ. സക്ഷിപ്തോ ധരണിം. ക്ഷിപ്തോ എന്ന് പറഞ്ഞാൽ എറിയപ്പെടുക എന്നാണ് ക്ഷിപ്തോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ ശുംഭനെ കാലിൽ പിടിച്ച് ചുഴറ്റി എറിഞ്ഞു ഭൂമിയിലേക്ക് എന്നാണ് അല്ലേ. സക്ഷിപ്തോ ധരണിം എന്ന് പറഞ്ഞാൽ ധരണി ഭൂമിയാണ്. പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗതഃ. വേഗതഃ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. ധരണിം പ്രാപ്യ എന്ന് പറഞ്ഞാൽ എറിഞ്ഞാൽ താഴെ വീഴുമല്ലോ ചെയ്യുന്നത്, ഭൂമിയിൽ വീഴുവാണല്ലോ. അപ്പോൾ ആ ഭൂമിയിൽ വീണിട്ട്, ആ പ്രാപ്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട്, ഭൂമിയെ പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വീണിട്ട് എന്നേ അർത്ഥമുള്ളൂ. ചണ്ഡിക നിധനേച്ഛയ. വീണ്ടും ദേവിയെ കൊല്ലുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി, ഇച്ഛയോടുകൂടി. ചണ്ഡിക നിധനേച്ഛയ. നിധന ഇച്ഛയ എന്ന് പറഞ്ഞാൽ ചണ്ഡികയെ വധിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി. മുഷ്ടിം ഉദ്യമ്യ അഭ്യതാവത. മുഷ്ടി ചുരുട്ടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ദേവിയുടെ നേരെ ഓടി വന്നു വീണ്ടും. അപ്പോൾ കിട്ടിയതൊന്നും മതിയായില്ല, വീണ്ടും എറിഞ്ഞ് ഭൂമിയിൽ വീണിട്ടും ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് വേഗത്തിൽ മുഷ്ടി ചുരുട്ടി ദേവിയെ കൊല്ലണം, എങ്ങനെയും ദേവിയെ വധിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ദേവിയുടെ നേർക്ക് ഓടി ചെന്നു. ചണ്ഡിക നിധനേച്ഛ. ചണ്ഡികയുടെ നിധനത്തിലുള്ള ആഗ്രഹം എന്ന് ശുംഭന് ഇഷ്ടമായ അർത്ഥത്തിലാണ്, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ. ദേവി സഹീ ജനേഷ്ടാർത്ഥമാകട്ടെ. ഇനി ചണ്ഡിക നിധനേച്ഛ എന്ന് പറഞ്ഞാൽ ചണ്ഡികയിൽ നിന്നുള്ള മരണത്തിൻ്റെ ആഗ്രഹം എന്ന് വേണമെങ്കിലും നമുക്ക്, അതാണ് ശരിക്കും. ഈ ശുംഭനറിയാം ദേവിയോട് എതിർത്ത് ജയിക്കില്ല എന്നറിയാം. അപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ദേവിയുടെ കൈ കൊണ്ട് മരിച്ചാൽ അത് മോക്ഷമാണ് അല്ലേ. അതുകൊണ്ട് ആ ദേവിയുടെ കരം കൊണ്ട് ചിലപ്പോൾ എളുപ്പം മരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആ ദേവിയുടെ കരം കൊണ്ട് മരിക്കാനായിരിക്കും ശുംഭൻ ചിലപ്പോൾ ദേവിയുടെ നേരെ ഓടി എത്തിയത്. ഈ ശുംഭൻ പിന്തിരിഞ്ഞ് ഓടിയിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ ദേവിയുടെ കൈ കൊണ്ട് മരിക്കുക എന്നുള്ള ആഗ്രഹം എന്തായാലും അസുരന് കാണും അല്ലേ. ചണ്ഡികയിൽ നിന്നുള്ള മരണത്തിൽ ഒരാഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും മുഷ്ടിയെ ഉയർത്തിപ്പിടിച്ച് വേണമെങ്കിൽ നേരിട്ട് ദേവിയുടെ നേരെ ഓടിയതെന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അടുത്ത 22-ാമത്തെ ശ്ലോകം. തമായാന്തം തതോ ദേവീ സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഭിത്വാ ശൂലേന വക്ഷസി. തമായാന്തം. ആയാന്തം എന്ന് പറഞ്ഞാൽ മുഷ്ടി ചുരുട്ടി ഓടി വരുന്ന, ആയാന്തം വരുന്ന. ഇവിടെ ശുംഭൻ ദേവിയുടെ നേരെ ഓടിച്ചെല്ലിയല്ലേ, ആ ഓടി വരുന്ന സർവദൈത്യജനേശ്വരം, സകല അസുരജനങ്ങളുടെയും രാജാവായ അസുരജനങ്ങളുടെ ഈശ്വരനായ തം തതഃ ദേവി, അവനെ തതഃ ദേവി അനന്തരം ദേവി വക്ഷസി ശൂലേന ഭിത്വ. ഭിത്വ എന്ന് പറഞ്ഞാൽ ഭേദിച്ചിട്ട്, ശൂലം കുത്തിയിറക്കി എന്നർത്ഥം. മാറിൽ വക്ഷസി, വക്ഷസിൽ അതായത് മാറിൽ നെഞ്ചിൽ ശൂലം കുത്തിയിറക്കിയിട്ട് ജഗത്യാം പാതയാമാസ. അവനെ ദേവിയുടെ അടുത്തേക്ക് ദേവി അടുപ്പിച്ചില്ല, അതിനു മുമ്പ് ആ കയ്യിലുള്ള ശൂലം വെച്ച് മാറിൽ കുത്തി ഭൂമിയിൽ പതിപ്പിച്ചു എന്നർത്ഥം. അവിടെ ശുംഭൻ്റെ വധം കഴിഞ്ഞു. അനന്തരം നേരിട്ട് വരുന്നവനും എല്ലാ അസുരജനങ്ങൾക്കും സ്വാമിയും ഈശ്വരനുമായ ശുംഭനെ ദേവി മാറിടത്തിൽ ശൂലം കുത്തിയിറക്കി ഭൂമിയിൽ വീഴിച്ചു, ഭൂമിയിൽ പതിപ്പിച്ചു. അങ്ങനെ ശുംഭൻ്റെ വധം കഴിഞ്ഞു അവിടെ അല്ലേ. അടുത്ത 23-ാമത്തെ ശ്ലോകം നോക്കാം. സഗതാ സുപപാതോർവ്യാം ദേവി ശൂലാഗ്രവിക്ഷതഃ ചാലയൻ സകലാം പൃഥ്വീം സാബ്ധിദ്വീപാം സപർവതാം. ദേവി ശൂലാഗ്രവിക്ഷത. ദേവിയുടെ ശൂലാഗ്രം കൊണ്ടുള്ള ആ കുത്തൽ, ആ പിളർക്കലേറ്റിട്ട് അല്ലെങ്കിൽ ശൂലം കൊണ്ട് കുത്തി പിളർക്കപ്പെട്ടപ്പോൾ സഹ ആ ശുംഭാസുരൻ സാബ്ധി ദ്വീപാം അതായത് ദ്വീപ് സമുദ്രം ഇവകളോടുകൂടി. അബ്ധി ദ്വീപ്. അബ്ധി സമുദ്രമാണ്, ദ്വീപ് സമുദ്രങ്ങളിലുള്ള ദ്വീപുകൾ. സപർവതാം പർവ്വതങ്ങളോടും കൂടി. സകലാം പൃഥ്വീം എല്ലാ ഭൂമിയും അതായത് ഭൂമി മുഴുവനും. ചാലയൻ ചലിപ്പിച്ചുകൊണ്ട്. ഗതാസു ഉർവ്യാം പപാത. ഗതാസു ഉർവ്യാം പപാത എന്ന് പറഞ്ഞാൽ, ഉർവി ഭൂമിയാണ്, ഭൂമിയിൽ പപാത പതിച്ചു. ഗത അസു. ഗത
ഇവിടെ അസുഗത, അസു പ്രാണനാണ്. ആ പ്രാണൻ പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയിൽ മരിച്ചു വീണു. അസുക്കൾ പ്രാണങ്ങളെ ത്യജിച്ച്, അതായത് പ്രാണൻ പോയിട്ട് ഉർവ്യാംബപാത ഭൂമിയിൽ പതിച്ചു. ദേവിയുടെ ശൂലാഗ്രം കൊണ്ട് ഉള്ള ആ കുത്തലേറ്റ് അല്ലെങ്കിൽ മാറിടം പിളർക്കപ്പെട്ട ശുംഭൻ സമുദ്രങ്ങൾ, ദ്വീപുകൾ, പർവ്വതങ്ങൾ ഇവയോടുകൂടിയ ഭൂമണ്ഡലം മുഴുവൻ ചലിപ്പിച്ചുകൊണ്ട് മൃതനായി ഭൂമിയിൽ വീണു. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു ആ പതന ശബ്ദം അല്ലെങ്കിൽ ആ പതനം. അതുകൊണ്ടാണ് ഭൂമി മുഴുവൻ വിറച്ചത്. അതായത് സമുദ്രത്തിലുള്ള ദ്വീപുകൾ, പർവ്വതങ്ങൾ, ഭൂമി മുഴുവൻ, സകലാം പൃഥ്വിയും ഇവയെല്ലാം ചലിപ്പിച്ചുകൊണ്ടാണ് ഈ അസുരൻ താഴെ വീണത്. ഇനി അടുത്ത ശ്ലോകം 24. തദപ്രസന്നമഖിലം ഹതേ തസ്മിൻ ദുരാത്മനി ജഗത് സ്വാസ്ഥ്യമതീവാപ നിർമ്മലം ജാഭവന്നഭ. ഇനി അനന്തരം പ്രസന്നമഖിലം ഹതേ തസ്മിൻ ദുരാത്മനി. തസ്മിൻ അവിടെ ആ ദുരാത്മനി എന്ന് പറഞ്ഞാൽ ദുരാത്മാവായ ദുഷ്ടൻ കൊല്ലപ്പെട്ടപ്പോൾ തതഹ അഖിലം, അത് നിമിത്തം, അഖിലം തതഹ ഇവിടെ അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ എടുക്കേണ്ടത്, അനന്തരം എന്നല്ല. അത് നിമിത്തം സമസ്തം അഖിലം. ഇനി പ്രസന്നം, സന്തോഷത്തോടു കൂടിയതായി തീർന്നു. അതായത് ഈ ലോകം മുഴുവനും സന്തുഷ്ടരായി തീർന്നു. ജഗത് ലോകം അതീവ സ്വാസ്ഥ്യം ആപ, എല്ലാവരും ഏറ്റവും സ്വസ്ഥമായി തീർന്നു. സ്വസ്ഥതയെ സ്വാസ്ഥ്യത്തോടു കൂടിയവർ, അതാണ് സ്വസ്ഥമായി തീർന്നു. നഭഃ ആകാശം ച നിർമ്മലം അഭവത്, ആകാശവും നിർമ്മലം ച അഭവത് എന്ന് പറഞ്ഞാൽ ആകാശവും നിർമ്മലമായി തീർന്നു എന്ന് അർത്ഥം. ദേവിയാൽ ദുഷ്ടസ്വഭാവനായ ആ ശുംഭൻ അസുരൻ മരിച്ചപ്പോൾ അല്ലെങ്കിൽ വധിക്കപ്പെട്ടപ്പോൾ ജഗത്ത് മുഴുവൻ, ആ ലോകം മുഴുവനും പ്രകാശത്തോടു കൂടിയതായി ഏറ്റവും സ്വസ്ഥതയെ പ്രാപിച്ചു. അതുപോലെ തന്നെ ആകാശവും വളരെ നിർമ്മലമായി തീർന്നു എന്ന് അർത്ഥം. ഇനി ഈ അസുരൻ ജീവിച്ചിരുന്നപ്പോൾ അപ്പോൾ ഇതിന് വിപരീതമായിരുന്നു അവസ്ഥ എന്നല്ലേ? പ്രകാശം ഉണ്ടായിരുന്നില്ല എന്നും അർത്ഥമുണ്ട്, സ്വസ്ഥമായിരുന്നില്ല, അസ്വസ്ഥമായിരുന്നു എന്നുമല്ലേ അർത്ഥം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ശരിക്കും അർത്ഥം എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ എല്ലാം സ്വസ്ഥമായി പ്രകാശത്തോടുകൂടി നിർമ്മലമായി ഭവിച്ചു എന്നർത്ഥം. ഇനി 25-ാമത്തെ ശ്ലോകം. ഉത്പാദമേഘാഃ സോത്കായേ പ്രാഗാസംസ്ഥേ ശമം യയു സരിതോ മാർഗവാഹന്യസ് തഥാ സംസ്തത്ര പാതിതേ. ഉത്പാദമേഘാഃ എന്ന് പറഞ്ഞാൽ ഇനി ഈ കൊള്ളിമീനെയാണ് നമ്മൾ ഉൽക്കകളെന്ന് പറയില്ലേ, ഷൂട്ടിംഗ് സ്റ്റാർസ്, അതാണ് കൊള്ളിമീൻ. അതിനെയാണ് ഈ സോൽക്ക എ എന്ന് പറഞ്ഞാൽ സഹ ഉൽക്ക, അതാണ് കൊള്ളിമീനോട് കൂടിയ ഏതോ ചില, അതായത് ദുർനിമിത്ത സൂചകങ്ങളായ മേഘങ്ങൾ ആസൻ ഉണ്ടായിരുന്നുവോ തേ ശമം യയു, അവയും ശമിച്ചു. അതായത് നമുക്ക് ഈ ശുംഭൻ മരിക്കുന്നതിന് മുമ്പ് ഉത്പാദമേഘ സോത്കായെ പ്രാഗാ സംസ്ഥേ, പ്രാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ സംസ്ഥേ ശമം യയു, സംസ്ഥേ ഇവിടെ ഉണ്ടായിരുന്ന ആ ശുംഭൻ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിതി ചെയ്തിരുന്ന മേഘങ്ങൾ, അതായത് കൊള്ളിമീനോട് കൂടിയ യാതൊരു ചില ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നുവോ അത് ഇപ്പോൾ തേ ശമം യയുഹു, ഇപ്പോൾ അവ എല്ലാം ഇല്ലാതെയായി, ശമിച്ചു. ശമിച്ചു എന്നർത്ഥം, ഇല്ലാതെയായി. തഥാ തത്ര പാതിതേ, അപ്രകാരം അവൻ പാതിതേ പതിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വധിക്കപ്പെട്ടപ്പോൾ. സരിത നദികളാണ്, നദികളും അരുവികളും ഒക്കെയാണ് സരിത ശരിക്കും അരുവികളെയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ നദികൾ എന്ന് തന്നെയല്ലേ പറയുക. നദികളെക്കാളും ചെറുതാണ് അരുവികൾ, അതാണ് സരിത എന്നുദ്ദേശിക്കുന്നത്. മാർഗവാഹിന്യ ആസൻ, നേർവഴിയിൽ കൂടി ഒഴുകുന്നവകളായി തീർന്നു. നമുക്ക് സമുദ്രത്തിനെ അതുപോലെ കടലിനെ ഒന്നും നമുക്ക് അവരെ എല്ലാം സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ നദികളും തോടുകളും ഒക്കെയാണ് ഗതി മാറി ഒഴുകുന്നത്. ഇപ്പം മാർഗവാഹിന്യ ആസൻ എന്ന് പറഞ്ഞാൽ സരിതോ മാർഗവാഹിന്യസ്തഥാ സംസ്തത്ര ബാധിതേ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ ശുംഭാസുരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് വധിക്കപ്പെട്ടപ്പോൾ സരിതകൾ, അതായത് നദികളും ചെറിയ അരുവികളും എല്ലാം അവരുടെ മാർഗം, ആ വാഹിനികൾ അവർ ശരിയായ വഴിയിൽ കൂടി ഒഴുകാൻ തുടങ്ങി എന്ന്. അതുവരെ ശുംഭാസുരനെ ഭയന്ന് വേറെ വഴിയിൽ കൂടിയായിരുന്നു ഒഴുകിയിരുന്നത് എന്ന് അർത്ഥം. ഇനി ശുംഭാസുര മരണത്തിന് മുമ്പിൽ എന്തൊക്കെ ഉത്പാദ മേഘങ്ങൾ, അതായത് കൊള്ളിമീനുകൾ, അതുപോലെയുള്ള ഈ ഒരു കാരണഭൂതമായിട്ടുള്ള ചില സൂചകങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ
ഇല്ലാതെയായി. ദേവിയാൽ ശുംഭൻ വധിക്കപ്പെട്ടപ്പോൾ നദികളും മുതലായ ചെറിയ അരുവികളും എല്ലാം യഥാർത്ഥത്തിൽ ഒഴുകുന്ന മാർഗത്തിൽ കൂടെ തന്നെ ഒഴുകാൻ തുടങ്ങി. അല്ലെങ്കിൽ അസുരനെ പേടിച്ചിട്ട് അവ ഗതി മാറി ഒഴുകിക്കൊണ്ടിരുന്നു എന്നാണ് ഇവിടെ സൂചന. ഇനി ഈ ഉൽക്ക എന്ന് പറഞ്ഞ കൊള്ളിമീൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത 26. തതോ ദേവഗണാ സർവേ ഹർഷനിർഭരമാനസാഹ ബഭൂർനിഹതേ തസ്മിൻ ഗന്ധർവാ ലളിതം ജഗുഹു. തസ്മിൻ നിഹതേ, തസ്മിൻ അവൻ കൊല്ലപ്പെട്ടപ്പോൾ, തതഹ അത് ഹേതുവായിട്ടെന്ന് പറഞ്ഞാൽ അത് കാരണം, അതുകൊണ്ട് അവൻ കൊല്ലപ്പെട്ടതുകൊണ്ട് സർവേ ദേവഗണാഹ സർവ, അതായത് സകല ദേവഗണങ്ങളും, ദേവന്മാരുടെ കൂട്ടമാണ് ദേവഗണങ്ങൾ. ഹർഷനിർഭര മാനസാഹ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയവരായിട്ട്. ബഭൂ എന്ന് പറഞ്ഞാൽ ഭവിച്ചു, ആയിത്തീർന്നു. അതായത് സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സുള്ളവരായി തീർന്നു എന്ന് പറഞ്ഞാൽ അവരെല്ലാം സന്തുഷ്ടരായി എന്നർത്ഥം. ഗന്ധർവാഹ ഗന്ധർവന്മാരും, ലളിതം ജഗുഹു മനോഹരമാകുമെന്ന്, അതായത് മനോഹരമായി പാട്ടുപാടി എന്നർത്ഥം. അതായത് ലളിതം എന്നുദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ പാട്ട് പാടുന്നതിനാണ്. ഗന്ധർവന്മാർ പാട്ടുപാടി നൃത്തം ചെയ്തു മനോഹരമായിട്ട്. അതുപോലെ അവിടെ ശുംഭൻ വധിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികളായിരിക്കുന്ന ത്രിമൂർത്തികളായിരിക്കുന്ന ആ ദേവന്മാരും അതുപോലെ മറ്റ് ഉപദേവന്മാരും എല്ലാം ആനന്ദപരവശരായി നിറഞ്ഞ ഹൃദയത്തോടെ ഭവിച്ചു എന്ന് പറഞ്ഞാൽ ഉണ്ടായി. അതുപോലെ തന്നെ ഗന്ധർവന്മാരും സന്തോഷപൂർണ്ണ ഹൃദയന്മാരായിട്ട് മനോഹരമാകുമെണ്ണം ദേവിയുടെ പരാക്രമത്തെക്കുറിച്ച് പാടി പുകഴ്ത്തി എന്നേ അർത്ഥമുള്ളൂ അവിടെ. ഇനി അടുത്ത ശ്ലോകം. അവാദയം സ്തഥൈവാന്യേ നനുദുശ്ചാപ്സരോഗണ വൗ പുണ്യാസ്തഥാവാദാൻ സുപ്രഭോ ഭൂദിവാകരഃ. അവാദയം സ്തഥൈവാന്യേ എന്ന് പറഞ്ഞാൽ, അവാദയൻ എന്ന് പറഞ്ഞാൽ വാദ്യങ്ങളെ, അവാദയൻ കൊട്ടിഘോഷിച്ചു, വാദ്യ ഉപകരണങ്ങളെ കൊട്ടി ഇങ്ങനെ പാടുന്നതിനാണ് അവാദയൻ. ഇവിടെ കൊട്ടി എന്നുള്ള അർത്ഥം, വാദ്യോപകരണങ്ങൾ. അപ്സരോഗണാഹ അപ്സരസുകളുടെ കൂട്ടങ്ങൾ. അന്യേ വേറെ ചില ദേവഗണങ്ങൾ. തഥാ ഏവ അപ്രകാരം തന്നെ മറ്റു ചില ദേവഗണങ്ങൾ അവാദയൻ വാദ്യഘോഷം നടത്തി. അതുപോലെ അപ്സരഗണങ്ങൾ അപ്സരസുകളുടെ കൂട്ടങ്ങൾ നനുർദു നൃത്തം ചെയ്യുകയും ചെയ്തു. ഗന്ധർവന്മാർ പാടി, ഇവരെ അപ്സരസുകൾ നൃത്തം ചെയ്തു. തഥാ പ്രകാരം പുണ്യാഹ വാദാഹ വവു പുണ്യങ്ങളായ കാറ്റുകൾ വീശി എന്ന് പറഞ്ഞാൽ അതുവരെ അസുരനെ പേടിച്ച് ചീത്തക്കാറ്റായിരിക്കും അതായത് മോശം കാറ്റ് വീശിയിരുന്നത് ഇപ്പം കാറ്റൊക്കെ നേരെ വഴിക്ക് വീശാൻ തുടങ്ങി. വായുഭഗവാനൊക്കെ പേടിച്ചോടിയ കൂട്ടത്തിലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ അവരൊക്കെ നേരെ സഞ്ചരിക്കാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. വായുഭഗവാൻ, അതാണ് കാറ്റ് വീശി, പുണ്യങ്ങളായ കാറ്റുകൾ വീശി, കാറ്റ് വീശി എന്ന് പറയുന്നതാണ് ശരി. ദിവാകരഃ സൂര്യൻ സുപ്രഭ അഭൂത്. അതുവരെ നല്ല സൂര്യരശ്മി ഉണ്ടായിരുന്നില്ല. സുപ്രഭ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നല്ല, മനോഹരമായ, ഏറ്റവും നല്ലത്, ഉത്തമമായത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നല്ല തേജസ്സോടുകൂടി എന്നർത്ഥം. സുപ്രഭ, പ്രഭയോടുകൂടി, നല്ല പ്രഭയോടുകൂടിയവനായി അഭൂത് ഭവിച്ചു എന്നർത്ഥം സൂര്യഭഗവാനും. അപ്പോൾ അതുവരെ അസുരനെ ഭയന്ന് ഇവരൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ അവരെല്ലാം സന്തുഷ്ടചിത്തരായിട്ട് സൂര്യൻ നല്ല തേജസ്സോടുകൂടി ജ്വലിക്കാൻ തുടങ്ങി. കാറ്റ് നല്ല ഗതിക്ക്, അതായത് പുണ്യങ്ങളായ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് വീശാൻ തുടങ്ങി. അപ്സരസുകൾ നൃത്തം ചെയ്തു, ദേവഗണങ്ങൾ വാദ്യഘോഷം നടത്തി. ഇത്രയുമാണ് 27ാമത്തെ ശ്ലോകത്തിൽ. ഇനി 28ാമത്തെ ശ്ലോകം. ജജ്വലുക്ഷാഗ്നയ ശാന്താദിഗ്ജനിതസ്വനാഹ. അതൊരു അർത്ഥശ്ലോകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജജ്വലുശ്ചാഗ്നയ ശാന്താഹ. ഇവിടെ അഗ്നയ ശാന്ത ജജ്വലുഹു. അഗ്നികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അഗ്നി ഭഗവാനാണ്. ശാന്തങ്ങളായിട്ട് ജ്വലിച്ചു എന്ന് പറഞ്ഞാൽ കാമൻ കോയറ്റാണ്. അതുവരെ ഭീകരമായിട്ട് ജ്വലിച്ചുകൊണ്ടിരുന്ന അഗ്നി ശാന്തമായിട്ട് ജ്വലിക്കാൻ തുടങ്ങി. ദിഗ്ജനിതസ്വനാഹ ദിക്കുകളുണ്ടായിരുന്ന അപശബ്ദങ്ങൾ, ശാന്താഹ ച അതെല്ലാം അപശബ്ദങ്ങളെല്ലാം ശമിച്ചു. ഇപ്പം നല്ല ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇവിടെ 28ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്കിത് അവസാനിക്കുകയാണ്. ഇനി ഈ 28ാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്ന അർദ്ധശ്ലോകമേ ഉള്ളൂ. ജജ്ജുലുശ്ചാഗ്നയ ശാന്ത ദിഗ്ജനിത സ്വനാഹ. അപ്പം ഇത്രയും ശ്ലോകങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിക്കുക.
സക്ഷിപ്തോ ധരണിം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗതഃ അഭ്യതാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനേച്ഛയാ തമായാന്തം തതോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഭിത്വാ ശൂലേന വക്ഷസി സഗതാസു പപാതോർവ്യാം ദേവീ ശൂലാഗ്രവിക്ഷതഃ ചാലയൻ സകലാം പൃഥ്വീം സാബ്ധിദ്വീപാം സപർവതാം തതഃപ്രസന്നമഖിലം ഹതേ തസ്മിൻ ദുരാത്മനി ജഗത്സ്വാസ്ഥ്യമതീവാപ നിർമ്മലം ജാഭവന്നഭ ഉത്പാദമേഘാസോത്കായേ പ്രാഗാസംസ്ഥേ ശമം യയു സരിതോ മാർഗവാഹിന്യസ്തഥാ സംസ്തത്ര പാതിതേ തതോ ദേവഗണാ സർവേ ഹർഷനിർഭരമാനസാഃ ബഭൂർനിഹതേ തസ്മിൻ ഗന്ധർവാ ലളിതം ജഗുഃ അവാദയംസ്തഥൈവാന്യേ നനൃതുശ്ചാപ്സരോ ഗണാഃ വൗ പുണ്യാസ്തഥാ വാദ സുപ്രഭോ ഭൂദിവാകരഃ ജജ്ജുലുശ്ചാഗ്നയഃ ശാന്താദിഗ്ജനിതസ്വനാഃ. ഇത് ശ്രീമാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവീമാഹാത്മ്യേ ശുംഭവധോ നാമ ദശമോധ്യായഃ സമാപ്തം. ഇവിടെ മാർക്കണ്ഡേയപുരാണത്തിലെ സാവർണി മന്നു എന്ന കാലാന്തരത്തിലുള്ള ദേവീമാഹാത്മ്യത്തിലെ ശുംഭവധം എന്ന പേരിലുള്ള 10-ാം അധ്യായം അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും വായിക്കുക, ഭക്തിയോടുകൂടി പാരായണം ചെയ്യുക. ഇനി ഇവിടെ പറയാനുള്ളത് അടുത്തത് 11-ാം അധ്യായമാണ്. ഈ ഗ്രന്ഥത്തിലെ ഈ ദേവീ മാഹാത്മ്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഫലശ്രുതിയുള്ള, അതായത് സിദ്ധിയുള്ള ശ്ലോകങ്ങളാണ് 11-ാം അധ്യായത്തിൽ നാരായണീ സ്തുതി എന്ന് പറയുന്നത്. അത് എന്നും ജപിച്ചാൽ, സന്ധ്യയ്ക്ക് എന്നും ജപിച്ചാൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും സൗഭാഗ്യങ്ങൾ നമുക്ക് ദേവി തരുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എനിക്കും അനുഭവമുണ്ട്, പല അനുഭവങ്ങളുണ്ട്. ഒരിക്കലും ദേവി നമ്മളെ കൈവിടുകയില്ല എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ്. എല്ലാവരും അടുത്ത വീഡിയോയിൽ 11-ാമത്തെ അധ്യായം നാരായണീ സ്തുതി കേൾക്കാൻ തയ്യാറായിരിക്കുക. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം, നന്ദി.